സംസ്ഥാനത്ത് മഴ കുറഞ്ഞതോടെ താപനില ഉയരുന്നു. പകൽ സമയത്തെ താപനിലയാണ് ഗണ്യമായി കൂടുന്നത്. സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി വരെ അധിക താപനിലയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. നാളെയും സമാന സ്ഥിതി തുടരും. കോട്ടയത്തും കോഴിക്കോടും 34 ഡിഗ്രിക്ക് മുകളിലാണ് ഇന്ന് രേഖപ്പെടുത്തിയ താപനില. സ്വന്തന സാജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സ്വന്തന, നല്ല മഴയിൽ നല്ല തണുപ്പത്തൊക്കെ ഇരിക്കേണ്ട ഒരു സമയമാണ്, പക്ഷേ ഇപ്പോൾ ചൂട് കൂടുകയാണല്ലേ? ആര്യ, അതുതന്നെയാണ്. സാധാരണ ജൂൺ ജൂലൈ മാസങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഴയുടെ മാസങ്ങളാണ്, മഴ നന്നായി ലഭിക്കുന്ന മാസങ്ങളാണ്. പക്ഷേ ഇത്തവണ നോക്കുകയാണെങ്കിൽ എൽനിനോ പ്രതിഭാസമുണ്ട്. അതിന്റെ ഒരു സ്വാധീനം കൊണ്ട് തന്നെ സംസ്ഥാനത്ത് മഴ വളരെ കുറവാണ് ലഭിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ മഴയൊക്കെ വിവിധ ഇടങ്ങളിൽ ലഭിച്ചു പോയി എങ്കിൽ പോലും ഒരു കൃത്യമായ മഴ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മഴ കുറഞ്ഞതോടുകൂടി തന്നെ, കാലവർഷം കുറഞ്ഞതോടുകൂടി തന്നെ ഈ താപനില ഗണ്യമായി ഉയരുകയാണ്. പലയിടങ്ങളിലും 4 മുതൽ 5 ഡിഗ്രി വരെ അധിക താപനില, ഇത് പകൽ താപനിലയാണ്, കൂടുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ജില്ലകളിൽ, അത് കോട്ടയത്തും കോഴിക്കോടും സാധാരണയേക്കാൾ കൂടുതൽ താപനില ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 2 ജില്ലകളിലും 34 ഡിഗ്രിക്ക് മുകളിലാണ് ഇന്ന് പകൽ താപനില രേഖപ്പെടുത്തിയത്. ഇനി പാലക്കാടേക്ക് വരികയാണെങ്കിൽ പാലക്കാട് സാധാരണയേക്കാൾ 5 ഡിഗ്രി അധിക താപനില ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. പാലക്കാട് 33.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. കോഴിക്കോട് 4.6 ഡിഗ്രി സെൽഷ്യസ് അധിക താപനില ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലെ സ്ഥിതി ഇതുതന്നെയാണ്. നിലവിലിപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് വടക്കോട്ട് സഞ്ചരിച്ച് പശ്ചിമ ബംഗാൾ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു സ്വാധീനം ഇതിന്റെ ഭാഗമായി ഉണ്ടാകില്ല. അതുകൊണ്ട് ന്യൂനമർദ്ദം ഉണ്ട് എങ്കിലും വലിയൊരു മഴ കേരളത്തിൽ ഇതിന്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിലും ചൂട് തന്നെ ആയിരിക്കും എന്നാണ് ആര്യ വ്യക്തമാവുന്നത്. ഓക്കെ, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.